നമസ്കാരം. നമ്മളെല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ വിചാരിച്ച വിളവൊന്നും ലഭിക്കാറില്ല അല്ലേ? എന്നാൽ നല്ല വിജയം നേടിയ കർഷകരെ പോലെ നമുക്കും ഇനി പച്ചക്കറി വിളവെടുക്കാം. അതിനുള്ള ഒരു സൂത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായും കാണുക. അതിനാദ്യം നമുക്ക് ഇതുപോലെ ഒരു ബക്കറ്റ് എടുക്കാം. ബക്കറ്റോ ബേസിനോ അതെന്താണോ നിങ്ങളെ വീട്ടിലുള്ളത് അതേപോലെ എടുക്കുക. അതിലേക്ക് നമുക്ക് ചാരം ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഒരു 1/4 അളവ് ചാരമാണ് ഇടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ അളവും ഇടുക. അതിനുശേഷം ചാണകപ്പൊടിയാണിത്. ചാണകപ്പൊടി അതേപോലെ പാത്രത്തിൽ 1/4 അളവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് നമുക്ക് ഇതാണ്, നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചതാണ്, പൊടിക്കാത്തതും കിട്ടും. രണ്ടായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പൊടിച്ചതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ ചെടിയിലേക്ക് അഴുകി ചേരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ബേസിനാകുമ്പോഴത്തേനും കുറച്ചുകൂടെ സൗകര്യത്തിൽ ഇത് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ബേസിനാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ചാരവും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ നല്ലതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അത് മൂന്നും ഒരേ അളവായിരിക്കണം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ മൂന്നും ഒരേ അളവിൽ എടുത്ത് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. എപ്പോഴും നമ്മൾ പച്ചക്കറികൾ നടുമ്പോൾ വെറുതെ നട്ട് എന്തെങ്കിലും വളമൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് മാത്രം നല്ല രീതിയിൽ കായൊന്നും വരത്തില്ല. നമ്മൾ ഇതേപോലെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നല്ല രീതിയിലുള്ള നമ്മളെ ചെടികളെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മൾ ഏത് ചെടിക്കാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ചെടിയുടെ മൂട് ഇതേപോലെ നല്ല രീതിയിലൊന്ന് മണ്ണ് ഇളക്കി ഒന്ന് മാറ്റി കൊടുക്കണം. ഈ ഒരു ചെറിയ പ്രായം മുതലേ നമ്മൾ ഇത് ഇട്ട് തുടങ്ങണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇതേപോലെ ഒരു ചിരട്ട വീതം, ഈ ഒരു പ്രായത്തിലുള്ള ചെടിക്ക് ഒരു ചിരട്ട വീതം മൂട്ടിൽ ഇതേപോലെ ചുറ്റാകെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ചിരട്ട ധാരാളം മതി. നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്യണം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മണ്ണിട്ടൊന്ന് മൂടുക. ചെറിയ പ്രായം മുതലാണ് നമ്മുടെ ചെടികൾക്കൊക്കെ കീടബാധയൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ ചെറിയ പ്രായം മുതലേ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങണമെന്ന് പറഞ്ഞത്. വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഉപയോഗം നമുക്കറിയാം. നല്ല രീതിയിലുള്ള വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഉപയോഗം നമുക്ക് ചെടികൾക്ക് കീടബാധ ഒഴിവാകാനായിട്ട് ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെടികൾ നട്ട് വളർത്തുമ്പോൾ ഇതുപോലുള്ള വളങ്ങളൊക്കെ ചെറിയ പ്രായം മുതലേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ മാത്രമേ ഉപയോഗമുള്ളൂ. കീടബാധയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊന്നും വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ചെടി നട്ട് ഒരു 15-20 ദിവസം ആകുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള വേപ്പിൻ പിണ്ണാക്കും കാലിവളങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങണം. നമ്മുടെ ഈ മിക്സ് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് നനച്ചും കൂടെ കൊടുക്കുക. നന ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. എപ്പോഴും നമ്മൾ ചെടി നടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയം ഈ വൈകുന്നേരങ്ങളായിരിക്കണം. ഈ നടുന്ന ചെടികൾ മണ്ണിൽ ഉറച്ചു കിട്ടാനായിട്ട് വൈകുന്നേരങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പച്ചക്കറി തൈകളും എല്ലാ തരം ചെടികളും വൈകുന്നേരങ്ങളിൽ വേണം നമ്മൾ മാറ്റി നടാനായിട്ട്. അപ്പോൾ എല്ലാ കുഞ്ഞു കർഷകരും ഇതുപോലുള്ള വളക്കൂട്ടുകളൊക്കെ നിർമ്മിച്ച് നമ്മുടെ കൃഷിയും നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വളക്കൂട്ടുകളെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഈ ചാനലിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആ വീഡിയോകൾ കയറി കണ്ട് അതൊക്കെ ഉപയോഗിച്ച് നോക്കണം. നിങ്ങളെ കൃഷിയിൽ വളരെ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ് അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് കൃഷി വൻവിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് അടുത്ത തവണ വരാം. ഓക്കെ, ബൈ.